എല്ലാവർക്കും ഫാൽക്കൺ ബേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം തസ്തികകളിലെ എല്ലാവരുടെയും സ്വപ്ന ജോലിയായ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ കുറിച്ചാണ്. നമുക്കതിൽ 45 മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. എന്നാൽ PSC വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കത് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളൂ. പക്ഷേ അതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഫാൽക്കൺ PSC അതിനായി നിങ്ങൾക്ക് ഒരു ചെറിയ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഇന്നിതാ ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ എത്തിക്കും. നമുക്ക് ആദ്യം ക്ലാസ്സിലേക്ക് പോകാം, അതിനുശേഷം ബാക്കി സംസാരം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് SIയുടെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ SI നമുക്കറിയാം, SI എല്ലാവരുടെയും സ്വപ്ന ജോലിയാണ്. ഒരു പോലീസ് ആവുക എന്ന് മാത്രമല്ല, അതിൽ തന്നെ ഒരു ഓഫീസർ റാങ്കിലേക്ക് ഉയർന്ന ഒരു പോസ്റ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ്. അതിൽ ഫസ്റ്റ് നമുക്ക് GK പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഹിസ്റ്ററി 3 മാർക്കാണ്, ജോഗ്രഫി 3 മാർക്ക്, എക്കണോമിക്സ് 3 മാർക്ക്, കേരള ഗവേണൻസ് 5 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 5 മാർക്കുണ്ട്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്കും, ഇംഗ്ലീഷ് 10 മാർക്കും, മലയാളം 10 മാർക്കും. എന്നാൽ ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ രാജാവായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ളത്. 45 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. എല്ലാവരും ഏറ്റവും ഭയന്നിരിക്കുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്സിനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാൽക്കൺ PSC നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് സമയം കൊണ്ട് പഠിക്കാനായിട്ട് ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. എന്തായാലും കംപ്ലീറ്റ് സിലബസ് ഞങ്ങളതിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, 100% ഉറപ്പായ രീതിയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉൾപ്പെടെ ഞങ്ങളതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് ആദ്യം നിങ്ങളേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക്സ്. അതിലെ പാർട്ട് 1 വരുന്നത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ ന്യായ സംഹിത 2023. IPC ഇന്ത്യൻ പീനൽ കോഡ് അല്ലെ 1860 IPC മാറ്റിക്കൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റ് ഭാരതീയ ന്യായ സംഹിത 2023 കൊണ്ടുവന്നത്. അതിനോടൊപ്പം നിലവിൽ വന്ന മറ്റു നിയമങ്ങളാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. അത് CRPCക്ക് പകരമുള്ള നിയമമാണ് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായ നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. ഈ 3 നിയമങ്ങളുമാണ് മാറി വന്നിട്ടുള്ളത്. ഒരു വാസ്റ്റ് സിലബസ് കൂടെയാണ്. എല്ലാം 5 മാർക്ക് വീതമാണ്. ഈ BNS 5 മാർക്കാണ്, BNSS 5 മാർക്കാണ്, BSA 5 മാർക്കാണ്. പിന്നെ അങ്ങോട്ട് IT ആക്ട് ഉണ്ട്, RT ആക്ട് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സൈബർ ക്രൈം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 45 മാർക്ക് അവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ആദ്യം നമുക്ക് ഓരോ പോർഷനായിട്ട് പഠിച്ചു വരാം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ വേഗം ജോയിൻ ചെയ്തോളൂ. മുഴുവൻ കണ്ടന്റും ഞാൻ എടുത്തു തരും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് ഈ BNSൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. BNSൽ നോക്കി ആദ്യം ഡെഫിനിഷൻസ്, അതിനകത്ത് തന്നെ ജനറൽ എക്സ്പ്ലനേഷൻസ് എന്നാണ്. അതായത് ആദ്യം ഇതിൻ്റെ ഡെഫിനിഷനും എക്സ്പ്ലനേഷൻസുമാണ് വരുന്നത്. 2 ക്ലോസ് 3 മുതൽ 3 ക്ലോസ് 5 വരെയുള്ള പോർഷൻസ്. അത് കഴിഞ്ഞ് അതിൻ്റെ ശിക്ഷകളെ പറ്റിയുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വേഗം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. വളരെ കുറച്ച് സമയം കൊണ്ട് മുഴുവൻ കണ്ടന്റും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും. അതുപോലെ തന്നെ ജനറൽ എക്സെപ്ഷൻസ് എന്ന പോർഷൻ, അതിനകത്ത് 14 മുതൽ 44 വരെയുള്ള പോർഷൻസാണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ ചാപ്റ്റർ 5ലേക്ക് പോകുമ്പോൾ ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്, ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് എന്നൊരു പോർഷനാണ് ചാപ്റ്റർ 5ലേക്ക് പോകുമ്പോൾ പറയുന്നത്. അതിനകത്ത് ഫുൾ വനിതകളെയും കുട്ടികളെയും കുറിച്ചുള്ള കുറ്റങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ ചാപ്റ്റർ 6 ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയാണ്, ഒഫൻസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി. അത് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റങ്ങളെ പറ്റിയാണ്. 100 മുതൽ 146 വരെ നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ദി പബ്ലിക് ട്രാങ്ക്വിലിറ്റി. ഒഫൻസസ് അഗെയിൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പൊതു ശാന്തതയ്ക്കെതിരായുള്ള കുറ്റങ്ങളെ പറ്റി പറയുന്നത് 189 മുതൽ 197 വരെയുള്ള പോർഷനാണ്. അതുപോലെ ഒഫൻസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്, അതായത് പബ്ലിക് സർവൻറ്റുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് അടുത്ത് വരുന്നത്. 198 മുതൽ 205 വരെ. ഫൈനൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള മോഡ്യൂൾ ഒഫൻസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയാണ്. അതിൽ നമുക്ക് 303 മുതൽ 330 വരെയും കണക്ട് ചെയ്ത് വരും. അത് മോഷണം, അപഹരണം തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇത്രയുമാണ് BNS. ഇത് മുഴുവൻ ഞങ്ങളത് ക്ലാസ്സായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ വേഗം ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. SI ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ആ രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ വരുന്നു. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പാർട്ട് 2 ആണ്. അവിടെ നമ്മൾ ഡെഫിനിഷൻസിലേക്ക് പോകുമ്പോൾ 2 ക്ലോസ് A മുതൽ 2 ക്ലോസ് Z വരെയുമുണ്ട്.
അതുപോലെ തന്നെ പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദി മജിസ്ട്രേറ്റ്സ് ആൻഡ് ദി പോലീസ്. അതായത് പോലീസിനെയും മജിസ്ട്രേറ്റിനെയും ജനങ്ങൾ എങ്ങനെ സഹായിക്കണം എന്നാണ് 30 മുതൽ 34 വരെയുള്ള പോർഷൻ പറയുന്നത്. അതുപോലെ അറസ്റ്റ് ഓഫ് പേഴ്സൺസ്, അറസ്റ്റുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ 35 മുതൽ 61 വരെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ സമൻസ് വാറണ്ട് തുടങ്ങിയവ 63 മുതൽ 82 വരെയും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെർച്ച് വാറണ്ട് ഒക്കെ 96 മുതൽ 110 വരെയും പഠിക്കുന്നുണ്ട്. സെർച്ച് ആൻഡ് സീസർ. ഓക്കെ. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്കുലിറ്റി 148 മുതൽ 151 വരെ. പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദി പോലീസ് 168 മുതൽ 172 വരെയും വരുന്നുണ്ട്. ഫൈനലി ഇൻഫർമേഷൻ ടു ദി പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ FIRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 173 മുതൽ ഫൈനലി 196 വരെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ BNSSൽ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഭാരതീയ സാക്ഷ്യ അധിനിയം, അവിടെയും ഡെഫിനിഷൻസിൽ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, കൺഫെഷൻ വരുന്നു. സ്റ്റേറ്റ്മെന്റ്സ് ബൈ പേഴ്സൺസ് ഹു കനോട്ട് ബി കോൾഡ് as വിറ്റ്നസസ്, വിളിക്കാൻ പറ്റാത്ത വ്യക്തികൾ അല്ലെ ഹാജരാകാൻ പറ്റാത്ത വ്യക്തികളുടെ മൊഴി എടുക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഒപ്പീനിയൻ ഓഫ് തേർഡ് പേഴ്സൺസ് വിത്ത് വെൻ റെലവൻറ്റ്, അതായത് മറ്റുള്ള വ്യക്തികളുടെ അതായത് പ്രസക്തമായ മൊഴികളുടെ കാര്യമാണ് ഫൈനലി പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിലബസിലെ ഈ BNSSും BSAയിലും വരുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ ഏതിലേക്ക് പോകുന്നു? ദി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC, നമുക്കറിയാം CRPC അല്ലേ? CRPC എന്ന നിയമം നമുക്കെല്ലാവർക്കും അറിയാം, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ഈ CRPC എന്ന നിയമത്തിന് പകരമായി ഇന്ത്യൻ ഗവൺമെന്റ് പാസ്സാക്കിയതാണ് ദി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന പോർഷൻ എന്നറിയുക. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന പോർഷൻ 2023. നമുക്കറിയാം കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന് പകരമായി നിലവിൽ വന്ന നിയമമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ആദ്യം പൂർണ്ണ പേര് പഠിക്കുക. ഈ ബില്ല് ഉൾപ്പെടെ 3 ബില്ലും ഏതൊക്കെയാ? 3 ബില്ലും അല്ല, 3 നിയമങ്ങളും ഏതൊക്കെയാ? BNSS, BSA. ഈ 3 നിയമങ്ങളും ഒരുമിച്ചാണ് പാസ്സാക്കിയത്. അതിനായി 2023 ഓഗസ്റ്റ് 11 ഈ ബില്ല് അവതരിപ്പിക്കുന്നു? അമിത്ഷാ അവതരിപ്പിക്കുന്നു. എന്നാൽ ഈ ബില്ല് പോരായ്മകൾ കണ്ടെത്തിയത് കൊണ്ട് പിൻവലിക്കുകയും, ഡിസംബർ 12 പിൻവലിക്കുകയും 2023 ഡിസംബർ 12 പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്നാണോ പിൻവലിച്ചത് അന്ന് തന്നെ പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 11 വീണ്ടും അവതരിപ്പിച്ചത് ഡിസംബർ 12 അറിയുക. അടുത്ത് പോവാം. 2023 ഡിസംബർ 20 ഇത് ലോക്സഭ പാസ്സാക്കുന്നത്. ഈ നിയമം 2023 ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കുന്നു. 2023 ഡിസംബർ 21 രാജ്യസഭ പാസ്സാക്കുന്നു. 2023 ഡിസംബർ 25 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ഈ 3 ഡേറ്റും ഓർത്തു വെച്ചോളൂ. BNSSും BSAയും ഒരുമിച്ചാണ് നിലവിൽ വന്നത്. എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്നാണ്? 2024 ജൂലൈ 1 നിലവിൽ വന്നു. 2024 ജൂലൈ 1 ഈ നിയമങ്ങൾ നിലവിൽ വന്നു എന്നറിയുക. ഈ ബില്ലിൽ ഒപ്പുവെച്ച നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. ഇത്രയും കാര്യമാണ് BNSSലെ ഇൻട്രൊഡക്ഷൻ പോർഷൻ. നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചോളൂ. എല്ലാവർക്കും പാടായിട്ടുള്ളതും പ്രയാസമായിട്ടുള്ളൊരു പോർഷനാണ് BNSS എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിയുക, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കഥ പറഞ്ഞ് തന്നെയാണ് നിങ്ങളേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ഈ പേര് നിങ്ങൾ മറക്കണ്ട, ഫാൽക്കൺ PSC. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ജോലി വാങ്ങി തന്നിരിക്കും. ഓക്കെ, ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അത് BNSSന്റെ ഘടന, BNSSന്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ചാപ്റ്ററുകൾ 39. അപ്പോൾ അധ്യായങ്ങളുടെ എണ്ണം പഠിച്ചോളൂ. ഒരറിവും ചെറുതല്ല എന്ന് പറയും പോലെ എല്ലാം പഠിച്ചു പോകുന്നു. അധ്യായങ്ങൾ 39. ഉയർത്തി ഉറക്കെ പറഞ്ഞേ, 39. വകുപ്പുകൾ 531. ഷെഡ്യൂൾ 2. അപ്പോൾ ചാപ്റ്റർ 39, സെക്ഷൻസ് 531, ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പട്ടികകൾ എന്ന് പറയും. 2 പട്ടിക. അതിലാദ്യം നിർവചനങ്ങളിലേക്ക് പോകാം. നിർവചനങ്ങൾ നമ്മുടെ സിലബസിലെ ആദ്യത്തെ ഭാഗമാണ്. നിർവചനങ്ങൾ നമ്മൾ നേരത്തെ നോക്കിയല്ലോ, നിർവചനങ്ങൾ അല്ലെങ്കിൽ ഡെഫിനിഷൻസ്. അപ്പോൾ നിർവചനങ്ങളിൽ 2 ക്ലോസ് 1 ക്ലോസ് A എന്നേ പറയുള്ളൂ. 2 ക്ലോസ് 1 ക്ലോസ് A എന്ന് നമുക്ക് പറയാം. 2 ക്ലോസ്
1 ക്ലോസ് എ, 2 ക്ലോസ് 1 ക്ലോസ് സ്മോൾ എ. അവിടെ നമ്മൾ എ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് തന്നെയാണ് 2 ക്ലോസ്, രണ്ടിനകത്തെ ഒന്നാമത്തെ സബ്സെക്ഷൻ അതാണ്ടോ. ഇത് 2 ആണ്, ഇതിനകത്ത് 1 ആണ്, ഇതിനകത്ത് എ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 2 ക്ലോസ് 1 ക്ലോസ് എ എന്നാൽ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക് മാർഗം, ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗം, എ ഫോർ ഓഡിയോ എന്ന് ഓർമ്മിക്കാം. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം CRPC ഉണ്ടായിരുന്ന കാലഘട്ടം 1973 ഒക്കെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും 2023-20 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് വന്നത്. എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ എന്താണ്? ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മീഡിയത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഇലക്ട്രോണിക്സ് നമുക്ക് ഒരാളുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അയാളുടെ കുറ്റത്തിൻ്റെ പകുതിയിൽ കൂടുതൽ അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ എയിൽ പറയുന്നത്. കണ്ടോ, വീഡിയോ കോൺഫറൻസിങ്ങിനായി ഉപയോഗിക്കാം. പണ്ട് ഈ സാഹചര്യമൊന്നുമില്ല. തിരിച്ചറിയൽ പ്രക്രിയയ്ക്കായിട്ട് ഉപയോഗിക്കാം. ശോധന ഞാനിവിടെ പഠിപ്പിക്കുന്നത് മുഴുവൻ ബെയർ ആക്ട് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് അതിലെ സെൻറ്റൻസ് തന്നെ വരുള്ളൂ. ബെയർ ആക്ട് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നതിൽ വീഡിയോ കോൺഫറൻസിങ്, തിരിച്ചറിയൽ പ്രക്രിയ, ശോധന എന്ന് പറഞ്ഞാൽ പരിശോധന എന്നാണ് അർത്ഥം. അതുപോലെ പിടിച്ചെടുക്കലും അല്ലെങ്കിൽ തെളിവ് എന്നിവയുടെ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്യൽ, ഇലക്ട്രോണിക് ആശയവിനിമയം കൈമാറ്റം ചെയ്യൽ എന്നിവയ്ക്കായും കൂടാതെ സർക്കാർ ചട്ടങ്ങളാൽ മറ്റാവശ്യങ്ങൾക്കായും മറ്റു മാർഗത്തിലും നൽകിയിരിക്കുന്ന ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം വഴി. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് 2 ക്ലോസ് 1 ക്ലോസ് എയിൽ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് മീഡിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് 2 ക്ലോസ് 1 ക്ലോസ് എയിൽ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാധാന്യത്തോടെ തന്നെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ വീഡിയോ കോൺഫറൻസിങ്, തിരിച്ചറിയൽ പ്രക്രിയ, ശോധന, പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ തെളിവ് എന്നിവയുടെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക്സ് മാർഗം ഉപയോഗിക്കും. അടുത്തത് 2 ക്ലോസ് 1 ക്ലോസ് സി ഫോർ ജാമ്യം അനുവദിക്കേണ്ട കുറ്റം. ജാമ്യം അനുവദിക്കേണ്ട കുറ്റം എന്നാൽ അർത്ഥം എന്താ? ബെയിലബിൾ ഒഫൻസ് എന്നാണ്. ഇതിൽ തന്നെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത കുറ്റം എന്ന് പറഞ്ഞാൽ നോൺ ബെയിലബിൾ ഒഫൻസ്, അതായത് ജാമ്യം കൊടുക്കാൻ പറ്റാത്ത കുറ്റങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളോട് ഒരാൾ ചോദിക്കും 2 ക്ലോസ് 1 ക്ലോസ് സി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ബെയിലബിൾ ഒഫൻസ് ഓർ നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പോൾ ഒരു വ്യക്തി ചോദിക്കും എന്താണ് ബെയിലബിൾ ഒഫൻസ്, എന്താണ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നിങ്ങൾ ഇതിൻ്റെ മലയാളം പറഞ്ഞു കൊടുക്കും. ബെയിലബിൾ എന്ന് ചോദിച്ചാൽ ജാമ്യം കിട്ടും. അതല്ല അയാൾ ചോദിച്ചത്. അതെന്താണ്, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ പഠിച്ചൊരു കാര്യമുണ്ട്. BNSSൽ 2 പട്ടികയുണ്ട്. BNSSൽ 2 പട്ടികയുണ്ട്. ഓർമ്മയുണ്ടോ? ഞാൻ കാണിച്ചത് 2 പട്ടിക കാണിച്ച ഓർമ്മയുണ്ടോ? ഇവിടെ ഷെഡ്യൂൾ 2 കൊടുത്തിരിക്കുന്ന ഓർമ്മയുണ്ടോ? ഈ ഷെഡ്യൂളിലെ ഒന്നാമത്തെ ഷെഡ്യൂൾ നമുക്കെടുക്കാം. ആ ഒന്നാമത്തെ ഷെഡ്യൂളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഈ പട്ടിക 1ലാണ് ഒരു കേസ്. പട്ടിക 1 നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. BNSS എടുത്തിട്ട് ഷെഡ്യൂൾ 1 അടിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് BNS എടുക്കാം, IPC. അതിൽ ഓരോ സെക്ഷൻ്റെ നേർക്കും ആ സെക്ഷൻ്റെ ശിക്ഷ എത്ര എന്നും, എന്ത് കുറ്റമാണെന്നും, അത് ബെയിലബിൾ ആണോ എന്നും, അത് കൊഗ്നൈസബിൾ ആണോ എന്നും, അത് ഏത് കോടതി നോക്കണമെന്നും ഒക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അറിയേണ്ടത് ബെയിലബിൾ ഒഫൻസ് അല്ലെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസ് എവിടെ കാണിച്ചിട്ടുണ്ട്? ഒന്നാം പട്ടികയിൽ കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് കോടതിയായാലും പോലീസായാലും വക്കീലായാലും മുന്നോട്ട് നീങ്ങാവൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ല ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നത്. ആരുടെ ഇഷ്ടമാണ്? BNSSലെ പട്ടിക 1 കാണിച്ചിരിക്കുന്ന പ്രകാരമാണ്. നിങ്ങൾ അറിയുക. അപ്പോൾ ഒന്നാം പട്ടികയിൽ കാണിച്ചിരിക്കുന്നതോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമം, ഇപ്പോൾ BNS മാത്രമല്ല ലോകത്തുള്ള നിയമം, മറ്റേതെങ്കിലും നിയമമായാലും അതിൽ ജാമ്യം അനുവദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ബെയിലബിൾ ഒഫൻസും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നോൺ ബെയിലബിൾ ഒഫൻസും. അപ്പോൾ ബെയിലബിൾ ആയാലും ശരി നോൺ ബെയിലബിൾ ആയാലും ശരി നമ്മൾ എവിടെ നോക്കണം? ഷെഡ്യൂൾ 1 നോക്കണം എന്നാണ് നിങ്ങൾ ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പഠിക്കേണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് പറയുന്നു 2 ക്ലോസ് 1 ക്ലോസ് ജി. കോഗ്നൈസബിൾ കുറ്റം. കോഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ വലിയ കുറ്റം എന്ന് നമുക്ക് ആദ്യം ഓർക്കാം, ഗ്രീവിയസ് ഒഫൻസ്. എന്നാൽ ഏതു കുറ്റത്തിനാണോ, അപ്പോൾ ഒരു കുറ്റത്തിന് പോലീസിന്
എന്ത് വേണ്ട, അയാൾ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. കണ്ടോ, പോലീസിന് അയാളെ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റങ്ങളെയാണ് കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഇത് എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BNSSന്റെ 1-ാം പട്ടിക മറിച്ച് നോക്കിയാൽ ഓരോ സെക്ഷന്റെ നേർക്കും കൊഗ്നൈസബിൾ ആണെന്നോ നോൺ കൊഗ്നൈസബിൾ ആണെന്നോ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടാകും. അതനുസരിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു കേസ് പോലീസിന് വാറണ്ടോടുകൂടിയേ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോൺ കൊഗ്നൈസബിൾ ഒഫൻസും, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ അത് കൊഗ്നൈസബിൾ ഒഫൻസുമാണ്. ഇത് രണ്ടും പറഞ്ഞിട്ടുള്ളത് എവിടെയാ? 1-ാം പട്ടിക. നമ്മൾ നേരത്തെ ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ നോക്കണം 1-ാം പട്ടിക. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് 1-ാം പട്ടിക നിങ്ങൾ അറിയുക, അല്ലെങ്കിൽ ഷെഡ്യൂൾ 1 നിങ്ങൾ അറിയണം. മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കൊഗ്നൈസബിൾ കേസ് അല്ലേ? അങ്ങനെയുള്ള കേസുകളെല്ലാം കൊഗ്നൈസബിൾ കേസ് എന്നും പറയുന്നു. ക്ലിയർ ആണോ? അടുത്തത് പരാതി എന്നാൽ എന്ത്? പരാതി 2 clause 1 clause Hലാണ് പരാതി എന്ന് പറയുന്നത്. പരാതി എന്താണ്? പരാതി എന്ന് ചോദിച്ചാൽ ഒരു മജിസ്ട്രേറ്റ് ഈ സംഹിതയിൻ കീഴിൽ, നമുക്കറിയാം ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യം പോലീസ് സ്റ്റേഷനിലെത്തും, അവിടെ നിന്ന് കോടതിയിലെത്തിക്കും. ഫൈനലി അവർക്കൊരു തീരുമാനമുണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? അത് കോടതിയാണ്. അപ്പോൾ നമ്മളിവിടെ ഫൈനലി അതിൻ്റെ മറുപടി കൊടുക്കേണ്ടത് ആരാണ്? തീർപ്പ് കൽപ്പിക്കേണ്ട ആരാണ്? കോടതിയാണ്, മജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ പരാതി എന്നാൽ ഒരു മജിസ്ട്രേറ്റ് ഈ സംഹിതയിൻ കീഴിൽ നടപടി എടുക്കണമെന്ന ലക്ഷ്യത്തോടെ, അപ്പം നമ്മൾ പരാതി കൊടുക്കുന്നത് എന്തിനാണ്? മജിസ്ട്രേറ്റ് ഇതിനെതിരെ നടപടി എടുക്കണം എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തോട് അറിയപ്പെടുന്നവനോ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ, അല്ലെങ്കിൽ അറിയപ്പെടാത്തവനോ, എനിക്ക് സാർ ഇന്ന ആൾ എന്നോട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആരോ ഒരാൾ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് വാക്കാലോ ലിഖിതമായോ ചെയ്യുന്ന ഏതെങ്കിലും ആരോപണം എന്ന്, പരാതി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അയാൾ കുറ്റം ചെയ്തു എന്ന് ഉറപ്പില്ല, അതൊരു ആരോപണം വേണമെങ്കിലും ആകാം കേട്ടോ. അപ്പം ആരോപണം എന്നർത്ഥമാകുന്നതും അതിൽ പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടുന്നതല്ലാത്തതുമാകുന്നു. പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടുന്നതല്ലാത്തതെന്ന് വെച്ചാൽ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് പരാതിയല്ല, പോലീസ് മജിസ്ട്രേറ്റ് കൊടുക്കുന്ന റിപ്പോർട്ട് പരാതിയല്ല. ഈ വ്യക്തി, ഈ പരാതിക്കാരനായ വ്യക്തി പോലീസ് വഴി കോടതിയിൽ എത്തിക്കുന്നതാണ് പരാതി എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ അന്വേഷണത്തിന് ശേഷം കൊഗ്നൈസബിൾ അല്ലാത്ത ഒരു കുറ്റം ചെയ്യപ്പെട്ടതായി വെളിപ്പെടുന്ന ഒരു കേസ്, അപ്പോൾ അന്വേഷിച്ച് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് നോൺ കൊഗ്നൈസബിൾ കുറ്റമാണ്. നോൺ കൊഗ്നൈസബിൾ കുറ്റത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പറഞ്ഞത് പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ട് വേണം. അപ്പോൾ വാറണ്ട് തരേണ്ടത് ആരാണ്? കോടതിയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് അപേക്ഷ വാങ്ങണം അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെ പരാതിയായിട്ട് കണക്കാക്കാം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ? പോലീസ് നൽകുന്ന റിപ്പോർട്ട് ഉൾപ്പെടുന്നതല്ലാത്തതാണ് പരാതി എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാമത് പറഞ്ഞു, പോലീസ് ഈ കേസ് അന്വേഷിച്ചതിന് ശേഷം മനസ്സിലാകുന്നു ഇത് നോൺ കൊഗ്നൈസബിൾ കേസാണെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ പോലീസ് അയാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ട് വേണമെന്ന് പറയുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന റിപ്പോർട്ട് പരാതിയായി കരുതപ്പെടുന്നതും. എപ്പോഴാ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നത് റിപ്പോർട്ട് പരാതിയാകുന്നത്? കേസ് നോൺ കൊഗ്നൈസബിൾ ആകുമെങ്കിൽ. കണ്ടോ, കൊഗ്നൈസബിൾ അല്ലാത്ത ഒരു കുറ്റമാണെങ്കിൽ, കൊഗ്നൈസബിൾ അല്ലാത്ത ഒരു കുറ്റമാണെങ്കിലാണ് അങ്ങനെ കണക്കാക്കുന്നത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പരാതിക്കാരനായി കരുതപ്പെടുന്നതുമാകുന്നു. അങ്ങനെ കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പരാതിക്കാരനായി കരുതപ്പെടുന്നതുമാകുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയുമാണ് പരാതി എന്ന് പറയുന്നത്. പരാതി. ഇനി അന്വേഷണ, വിചാരണ, അതുപോലെ അന്വേഷണം എന്നാൽ എന്തെന്ന് ചോദിക്കും. അപ്പോൾ 2 clause K എന്ന് പറഞ്ഞാൽ അന്വേഷണ വിചാരണയും 2 clause L എന്ന് പറഞ്ഞാൽ അന്വേഷണവുമാണ്. അപ്പോൾ 2 clause K എന്ന് പറഞ്ഞാൽ അന്വേഷണ വിചാരണ, 2 clause L എന്ന് പറഞ്ഞാൽ അന്വേഷണം. എന്താണ് അന്വേഷണ വിചാരണ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പറയാൻ നമുക്ക് ഇൻക്വയറി എന്നൊരു വാക്കുണ്ട്. ഇൻക്വയറി എന്ന വാക്ക് മറക്കല്ലേ. ഇൻക്വയറി, INQUI അല്ലേ, QUIRY, ഇൻക്വയറി, INQUIRY, ഇൻക്വയറി എന്ന് പറയും. ഇൻക്വയറി. ഓക്കെ. അപ്പോൾ അതാണ് ഇൻക്വയറി എന്ന് പറയുന്നത്. ഇൻക്വയറി. ഇതാണ് അന്വേഷണ വിചാരണ. അപ്പോൾ അന്വേഷണ വിചാരണ എന്നാൽ ഈ സംഹിതയിൻ കീഴിൽ മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്നതും വിചാരണയല്ലാത്തതുമായ ഏതൊരു അന്വേഷണ വിചാരണയും എന്നർത്ഥമാകുന്നു. വിചാരണയല്ലാത്തതെന്ന് വെച്ചാൽ കോടതിയുടെ വിചാരണ സമയത്തല്ല, അല്ലാതെ മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന ഏതൊരു അന്വേഷണത്തെയും ഇൻക്വയറി എന്ന് പറയാം. അപ്പോൾ K for കോടതി എന്ന് കൊടുത്താൽ പോരെ.
ടു ക്ലോസ് ഓൺ ക്ലോസ് കെ ഫോർ കോടതി, ടു ക്ലോസ് ഓൺ ക്ലോസ് കെ ഫോർ കോടതി, ടു ക്ലോസ് ഓൺ ക്ലോസ് എൽ ഫോർ അന്വേഷണം. അന്വേഷണം നടത്തുന്നത് പോലീസാണ്. അപ്പോൾ അന്വേഷണം കണ്ടോ, അന്വേഷണം കണ്ടോ, അന്വേഷണം എന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥനോ ഇതിലേക്കൊരു മജിസ്ട്രേറ്റ് അധികാരം, പ്രാധികാരം എന്ന് പറഞ്ഞാൽ അധികാരം നൽകുന്ന ഒരു മജിസ്ട്രേറ്റ് അല്ലാത്ത ഏതെങ്കിലും ആളോ തെളിവ് ശേഖരണത്തിനായി നടത്തുന്ന നടപടിയെ പറഞ്ഞ പേരാണ് അന്വേഷണം. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ അന്വേഷണ വിചാരണ എന്നും എൽ എന്ന് പറഞ്ഞാൽ അന്വേഷണം എന്നും പറയുന്നു. അന്വേഷണ വിചാരണ എന്നാൽ ഇൻക്വയറി എന്നും അന്വേഷണം എന്നാൽ നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ എന്നും പറയും. അപ്പോൾ ഇൻക്വയറി നടത്തുന്നത് കോടതിയോ കോടതിയുടെ ഉദ്യോഗസ്ഥനോ മറ്റാരെങ്കിലും, അന്വേഷണം നടത്തുന്നത് പോലീസോ മറ്റാരെങ്കിലും ആകാം. അപ്പോൾ ഇതാണ് മറക്കല്ല, കെയും എല്ലും മറക്കരുത്. ഇനി നമ്മൾ പഠിക്കുന്നു ടു ക്ലോസ് ഓൺ ക്ലോസ് ഓ സി നമ്മൾ പഠിച്ചു, സി ബെയിലബിളും നോൺ ബെയിലബിളും. ജി പഠിച്ചു കൊഗ്നൈസബിൾ എങ്കിൽ ഓ എന്താണ്, നോൺ കൊഗ്നൈസബിൾ കുറ്റം അല്ലെങ്കിൽ കൊഗ്നൈസബിൾ അല്ലാത്ത കുറ്റം. കൊഗ്നൈസബിൾ അല്ലാത്ത കുറ്റമാണെങ്കിലും എവിടെ കാണിച്ചിട്ടുണ്ട്, പട്ടിക 1 എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ കൊഗ്നൈസബിൾ അല്ലാത്ത കുറ്റമാണെങ്കിലും ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്, പട്ടിക 1. എന്നാൽ ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്തത്, അപ്പോൾ എന്നാൽ ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് വാറണ്ട് നിർബന്ധമായും വേണം, അങ്ങനെയുള്ള കുറ്റമെന്നും, കൊഗ്നൈസബിൾ അല്ലാത്ത കേസ് എന്നാൽ ഏത് കേസിലാണോ അങ്ങനെയുള്ള അധികാരമില്ലാത്തത് ആ കേസെന്നും. അതിനർത്ഥം പോലീസിന് വാറണ്ട് തന്നെ വേണം. ഇതെവിടെ പറഞ്ഞിട്ടുണ്ട്, പട്ടിക 1 പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നോൺ കൊഗ്നൈസബിൾ കുറ്റം. ഇനി എന്താണ് സമൻസ് കേസ് എന്നും എന്താണ് ഇര എന്നും എന്താണ് വാറണ്ട് കേസ് എന്നും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് സമൻസ് കേസ് എന്ന് പറഞ്ഞാൽ, സമൻസ് കേസ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് വാറണ്ട് കേസ് എന്ന് പഠിച്ചിട്ട് വരാം. ടു ക്ലോസ് ഓൺ ക്ലോസ് ഇസഡിനകത്താണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. വാറണ്ട് കേസ് എന്നാൽ മരണശിക്ഷയോ ജീവപര്യന്ത തടവ് ശിക്ഷയോ 2 വർഷത്തിൽ കവിയുന്ന കാലത്തെ തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം ആണ്, ആ കേസാണ് വാറണ്ട് കേസ്. അപ്പോൾ എത്രയാണ്, 2 വർഷത്തിന് എബോവ്, 2 വർഷത്തിൽ എബോവ് ഉള്ള കുറ്റങ്ങളെയാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. 2 വർഷത്തിൽ കവിയുന്ന കാലത്തെ തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം സംബന്ധിക്കുന്ന കേസാണെങ്കിൽ അത് വാറണ്ട് കേസെന്നും, അതിൽ പെടാത്ത എല്ലാ കേസിനെയും സമൻസ് കേസ് എന്നും പറഞ്ഞുകൂടി. അതിൽ താഴെയുള്ള കേസുകളെല്ലാം സമൻസ് കേസ് എന്ന് പറയാം. കണ്ടോ, സമൻസ് കേസ് എന്നാൽ കുറ്റത്തെ സംബന്ധിക്കുന്നതും ഒരു വാറണ്ട് കേസ് അല്ലാത്തതുമായ കേസ് എന്നർത്ഥമാകുന്നു. വാറണ്ട് കേസ് അല്ലാത്തതുമായ കേസ് സമൻസ് കേസ് എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ, ക്ലിയർ. ഇനി നമ്മൾ കുറ്റത്തിൻ്റെ ഇര എന്ന് പറയും. ഇര എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ പ്രതിയുടെ കൃത്യമോ കൃത്യവിലോപമോ മൂലം. ഇപ്പം പ്രതി കാരണം എന്ത് സംഭവിച്ചു, പ്രതിയുടെ എന്തെങ്കിലും കൃത്യമോ അല്ലെങ്കിൽ കൃത്യവിലോപമോ മൂലം നഷ്ടമോ ക്ഷതിയോ അനുഭവിച്ചിട്ടുള്ള ആൾ, നഷ്ടമോ ക്ഷതിയോ അനുഭവിച്ചിട്ടുള്ള ആൾ എന്നർത്ഥമാകുന്നതും അത്തരം ഇരയുടെ രക്ഷകർത്താവോ നിയമാനുസൃത അനന്തരാവകാശം ഉൾപ്പെടുന്നു. അപ്പോൾ പ്രതി കാരണം സങ്കടം അനുഭവിച്ച ആൾ എന്നാണ് ഇരയുടെ അർത്ഥം. ആ ഇരയിൽ ആരും വരാം, രക്ഷകർത്താവോ വരാം, അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശിയും ഉൾപ്പെടാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായോടാ. ഇത്രയും ഡെഫിനിഷൻസിൽ നിന്നൊരു മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകരുത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ മുഴുവൻ കണ്ടന്റും നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ടുള്ള എല്ലാ യൂണിഫോം പോസ്റ്റുകളും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ യൂണിഫോം പോസ്റ്റുകളും CPO, എക്സൈസ്, ഡ്രൈവർ, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തുടങ്ങിയിട്ടുള്ള എല്ലാ യൂണിഫോം പോസ്റ്റുകളും നിങ്ങളിലേക്ക് ഫാൽക്കൺ PSCയിലൂടെ എത്തുന്നതാണ്. അപ്പോൾ വേഗം നിങ്ങൾ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യൂ. വെറുതെ ഒരു പരസ്യമല്ല, വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടിയുള്ള ക്ലാസ്സുകളായിരിക്കും. കാരണം നമുക്കിനിയും നിങ്ങളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളെയും ആവശ്യം വരണം എന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലാസ്സുകൾ എടുക്കാം. എൻ്റെ ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുള്ള ഒരുപാട് കുട്ടികളായിരിക്കാം നിങ്ങൾ. ഞാൻ പല ഓഫ്ലൈൻ സെൻ്ററുകളിലും പഠിപ്പിക്കുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോഴ്സ് എടുത്തോളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഞങ്ങൾ പറഞ്ഞു തരും. നമ്മൾ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യും. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. റെഡിയല്ലേ? അടുത്തയിലേക്ക് പോവാം. ഓക്കെ, ഇനി ക്ലാസ്സുകൾ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ താഴെ നമുക്ക് കമൻ്റൊക്കെ ഇടുക. നമുക്കതൊരു പ്രോത്സാഹനമാണ്. കാരണം നിങ്ങളിലേക്ക് ഇനിയും ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എത്തിക്കണം.
ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ക്ലാസ് തരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, അടുത്ത് നമ്മൾ ചാപ്റ്റർ 4 പോകുന്നു. വ്യക്തമായിട്ട് ഒരു വാക്ക് പോലും വിടാതെ കറക്റ്റ് ബെയർ ആക്ടിലെ മുഴുവൻ കണ്ടന്റും നിങ്ങളിലേക്ക് എത്തിക്കും. ചാപ്റ്റർ 4 പോകുന്നു. പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദി മജിസ്ട്രേറ്റ്സ് ആൻഡ് ദി പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങളും മജിസ്ട്രേറ്റുമാർക്കും പോലീസിനുമുള്ള സഹായവും. മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങളും മജിസ്ട്രേറ്റുമാർക്കും പോലീസിനുമുള്ള സഹായവും ആണ് ഇവിടെ പറയുന്നത്. അതിൽ സെക്ഷൻ 30 നമ്മൾ ആദ്യം പോകുന്നു. പോലീസ് മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരം എന്താണ്? 30ാമത്തെ വകുപ്പില് പോലീസ് മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പദവിയിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ സാധാരണ SHO എന്ന് പറയും, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അദ്ദേഹത്തിന്റെ സാധാരണ പദവി എന്തായിരിക്കും? ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരിക്കും, അല്ലെങ്കിൽ IOP എന്ന് പറയും. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെങ്കിൽ IOP എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിനെ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകുമല്ലോ. അപ്പൊ അവിടെയാണ് പറയുന്നത്, പദവിയിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ മീതെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന് അയാളുടെ സ്റ്റേഷന്റെ അതിർത്തിക്കുള്ളിൽ പ്രയോഗിക്കാവുന്ന അതേ അധികാരങ്ങൾ അവരെ നിയമിച്ച തദ്ദേശ പ്രദേശത്തിൽ എല്ലായിടത്തും പ്രയോഗിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇയാളെ നിയമിച്ചത് ചിലപ്പോൾ സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഏത് വ്യക്തിയും ആയിക്കോട്ടെ. ആ വ്യക്തിക്ക് ഇയാൾക്ക് എന്ത് അധികാരം ഈ സ്റ്റേഷന്റെ പരിധിക്കുള്ളിലുണ്ടോ അതേ അധികാരങ്ങൾ മേലുദ്യോഗസ്ഥനും അവിടെ ഉണ്ട് എന്നാണ്. അല്ലേ, ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഒരു മോന് ഒരു സ്ഥലത്തുള്ള അധികാരം അല്ലേ ആ മോൻ്റെ അച്ഛനും ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. വീട്ടിലാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് ഇയാളെ നിയമിക്കുന്ന ഉദ്യോഗസ്ഥന് എന്തായാലും ഇയാളെ നിയമിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥന് ഇയാൾക്കുള്ള അധികാരം ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ 30. പിന്നെ അതുപോലെ അന്വേഷണത്തിൽ ഉത്തരവിടാൻ പോലീസ് മേധാവിക്കുള്ള അധികാരം. പോലീസ് മേധാവി അല്ലെ സ്റ്റേറ്റ് പോലീസ് ചീഫ് അല്ലെങ്കിൽ DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ പേര് റവാഡ ചന്ദ്രശേഖർ എന്നാണ് നിലവിലെ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ പേര്. അപ്പോൾ പോലീസ് മേധാവിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി മാത്രം, അപ്പോൾ എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി എന്തൊക്കെ അധികാരം പോലീസ് മേധാവിക്കുണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് ഉത്തരവ് വളരെ പ്രധാനമാണ്. ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി മാത്രം ഒരു പോലീസ് മേലുദ്യോഗസ്ഥന് അധികാരിതയുള്ള പ്രാദേശിക മേഖലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാനോ കൂടുതൽ അന്വേഷണത്തിനായി അനുമതി തേടാനോ അദ്ദേഹത്തെ അധികാരപ്പെടുത്താനാവുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രമാദമായ കേസുകളെല്ലാം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ പോലീസ് മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തും. പക്ഷെ അവിടെ ഒരു നടപടി എടുക്കണമെങ്കിൽ കൃത്യമായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒരു ഉദാഹരണമാണ് കളക്ടർ, ജില്ലാ കളക്ടർ. അപ്പോൾ അദ്ദേഹം സ്ഥലത്തെത്തിയിട്ട് മാത്രമേ പോലീസുകാർ, കണ്ടിട്ടില്ലേ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് അറിയില്ലേ. അപ്പം അതുപോലെ ഒരു മേലുദ്യോഗസ്ഥന്റെ ഒരു എക്സിക്യൂട്ടീവിന്റെ ഉത്തരവ് വഴി മാത്രമേ ഏതൊരു ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കേസിനെ കുറിച്ചോ മറ്റേതിനെ കുറിച്ചോ അന്വേഷിക്കാനുള്ള അനുമതി തേടാൻ അധികാരമുള്ളൂ എന്നറിയുക. അതുപോലെ തന്നെയാണ് സെക്ഷൻ 31 വരുന്നു. മജിസ്ട്രേറ്റുമാർക്കും പോലീസിനും പൊതുജനങ്ങൾ എപ്പോൾ പിന്തുണ നൽകണം. മജിസ്ട്രേറ്റുമാർക്കും പോലീസിനും പൊതുജനങ്ങൾ എപ്പോൾ പിന്തുണ നൽകണം എന്ന് പറയുന്ന വകുപ്പാണ് 31 വരുന്നത്. ഏതൊരാളും തൻ്റെ സഹായം ന്യായമായി ആവശ്യപ്പെടുന്ന ഒരു മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ, അപ്പോൾ എന്താ പറയുക, മജിസ്ട്രേറ്റുമാർക്കും പോലീസിനും പൊതുജനങ്ങൾ എപ്പോൾ പിന്തുണ നൽകണം. എപ്പോൾ? ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, അങ്ങനെയുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാൻ പ്രാധികാരം നൽകപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും ആളെ പിടിക്കുന്നതിലോ അയാൾ രക്ഷപ്പെടുന്നത് തടയുന്നതിലോ. ഒന്നുകൂടെ പറയാം, അങ്ങനെയുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാൻ പ്രാധികാരം നൽകപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും ആളെ പിടിക്കുന്നതിലോ അയാൾ രക്ഷപ്പെടുന്നത് തടയുന്നതിലോ വേണ്ടി പോലീസിനെ ജനങ്ങൾക്ക് സഹായിക്കാം. അതുപോലെ ഒരു സമാധാന ലംഘനം നടക്കുന്നത് കണ്ടാൽ അത് അമർത്താൻ വേണ്ടിയും പോലീസിനെയോ മജിസ്ട്രേറ്റിനോ ജനങ്ങൾക്ക് സഹായിക്കാം. അതുപോലെ ഏതെങ്കിലും പൊതുവസ്തുവിന് ഏൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ക്ഷതി തടയുന്നതിലോ പിന്തുണ നൽകുവാൻ വേണ്ടി ബാധ്യസ്ഥനാകുന്നു. അപ്പോൾ കണ്ടോ, ഗവൺമെൻറ് പ്രോപ്പർട്ടിക്ക് ആരെങ്കിലും നാശനഷ്ടം സംഭവിപ്പിച്ചാൽ അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളിനെ അത് തടയാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ഒരു സമാധാന ലംഘനം തടയാനോ അത് അമർച്ച ചെയ്യാനോ വേണ്ടി സഹായിക്കാം. അതുപോലെ മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ സഹായിക്കാം,
പിടിക്കാനായിട്ടൊക്കെ. ഇതൊക്കെ പൊതുജനങ്ങൾ പോലീസിനും മജിസ്ട്രേറ്റിനെയും സഹായിക്കണമെന്ന് പറയുന്നു. ഇത് നമ്മുടെ കേരള പോലീസ് ആക്ടിൽ 38ാമത്തെ വകുപ്പിൽ ഇത് പറയുന്നുണ്ട്. പൊതുജനങ്ങൾ പോലീസിനെ സഹായിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. 38ാമത്തെ വകുപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. CPO പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് ഇതറിയാം. അപ്പോൾ നമ്മുടെ SI പരീക്ഷയ്ക്ക് നമ്മൾ എന്താണ് കൃത്യമായിട്ടുള്ള പാറ്റേണോടാണ് പഠിക്കുന്നത്. ഇതിനപ്പുറം ഒന്നും ചോദിക്കില്ല എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനപ്പുറം ഒന്നും ചോദിക്കാൻ പാടില്ല, ആ രീതിയിലാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ബാക്കിയുള്ള കോഴ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ കോഴ്സുകളൊക്കെ നമുക്ക് വരാനുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന CPOയുടെ ലോങ് ടേം ബാച്ചസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വേഗം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അടുത്തിലേക്ക് പോകുന്നു, 32ലേക്ക് പോകുന്നു. പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്തുന്ന ആൾക്കുള്ള സഹായം. പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്തുന്ന ആൾക്കുള്ള സഹായം എന്ന് പറഞ്ഞാൽ, ഈ പോലീസ് ഓഫീസർ എല്ലാം ചിലപ്പോൾ പോലീസ് തന്നെ നടത്തണമെന്നില്ല. അവിടെ ചിലപ്പോൾ ഒരു വാറണ്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾക്ക് അധികാരപ്പെടുത്തി കൊടുത്തിരിക്കുമ്പോൾ ആ വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കപ്പെട്ടയാൾ അടുത്തുണ്ടായിരിക്കുകയും വാറണ്ട് നടത്തുന്നതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള വാറണ്ട് നടത്തുന്നതിൽ മറ്റേതെങ്കിലും ആൾക്കും സഹായിക്കാവുന്നതാണ്. അപ്പോൾ പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്തുന്ന ആൾക്കുള്ള സഹായം. ഒരു വാറണ്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾക്ക് അധികാരപ്പെടുത്തി കൊടുക്കുമ്പോൾ, അപ്പോൾ ചിലപ്പോൾ വാറണ്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത ആൾക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫോറസ്റ്റിൽ ഒരു പ്രശ്നം നടക്കുകയാണ്, പെട്ടെന്ന് പോലീസിനെ അല്ലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതാണ് പറഞ്ഞത്, ഇപ്പോൾ കോടതിയിലെ ഉദ്യോഗസ്ഥന് തന്നെ അധികാരപ്പെടുത്തി കൊടുക്കാം, പോലീസ് തന്നെ വേണമെന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു വാറണ്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾക്ക് അധികാരപ്പെടുത്തി കൊടുത്തിരിക്കുമ്പോൾ ആ വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കപ്പെട്ടയാൾ അടുത്തുണ്ടായിരിക്കുകയും വാറണ്ട് നടത്തുന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ വാറണ്ട് നടത്താൻ വേണ്ടി മറ്റു ആൾക്കും സഹായിക്കാമെന്നാണ്. അപ്പോൾ പോലീസ് അല്ലാത്ത ആൾ വാറണ്ട് നടത്തുമ്പോൾ മറ്റൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, അത് സഹായിക്കാം എന്നാണ് അവിടെ പറയുന്നത്. 32ാമത്തെ വകുപ്പിൽ പറയുന്നു. 33 വീണ്ടും പറയുന്നു, പൊതുജനങ്ങൾ ചില കുറ്റങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കണമെങ്കിൽ പൊതുജനങ്ങൾ ചില കുറ്റങ്ങളെക്കുറിച്ച് വിവരം നൽകണമെന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ 2023 ചില വകുപ്പുകളിൽ പറയുന്നു. ഈ വകുപ്പുകളിലെ കുറ്റം കണ്ടാലും അല്ല ഏത് കുറ്റം കണ്ടാലും പോലീസിനെ അറിയിക്കണമെന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഈ വകുപ്പുകൾ 103 മുതൽ 105 വരെയുള്ള വകുപ്പുകളിൽ ഏതെങ്കിലും കുറ്റം കണ്ടാൽ, അതായത് നമുക്കറിയാം കൊലപാതകവും അതിനുള്ള ശിക്ഷയും നരഹത്യ തുടങ്ങിയവയൊക്കെയാണ്. അതുപോലെ 111, 113 ഒക്കെ വരുന്നത് ഈ സംഘടിത കുറ്റകൃത്യം, തീവ്രവാദ പ്രവർത്തനമൊക്കെയാണ്. 140, 144 ഒക്കെ പറയുന്നു ഈ എന്താണ് ഈ ആൾമോഷണം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? മനുഷ്യ കച്ചവടം ഒക്കെ വരുന്നതാണ്. അതുപോലെ 147 സ്റ്റേറ്റിനെതിരെയുള്ള കുറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. 178, 82 ഒക്കെ വരുന്നത് ഈ നാണയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതും. അതുപോലെ തന്നെ 189, 191 ഈ പൊതുശാന്തതയ്ക്കെതിരായുള്ള കുറ്റങ്ങളും. 274, 280 വരുന്നത് ഈ ഭക്ഷണത്തിൽ മായം ചേർക്കുക തുടങ്ങിയവയൊക്കെയാണ്. 307 മുതൽ 309 കവർച്ച, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മോഷണം, കവർച്ച, അതുപോലെ എന്താണ് ദ്രോഹം, ഭവനഭേദനം, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റങ്ങൾ നടന്നു കഴിഞ്ഞാൽ എത്രയും വേഗം എന്ത് ചെയ്യണം, പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ ജനങ്ങൾ വിവരം അറിയിക്കണം. എന്നിവയിൽ ഏതിൻ്റെയെങ്കിലും കീഴിൽ ശിക്ഷിക്കപ്പെടാവുന്ന ഏതെങ്കിലും കുറ്റം ചെയ്തതിനെക്കുറിച്ചോ ചെയ്യുവാനുള്ള മറ്റേതെങ്കിലും ആളുടെ ഉദ്ദേശത്തെക്കുറിച്ചോ, അപ്പോൾ ഈ കുറ്റങ്ങൾ ചെയ്യുവാൻ ആരെങ്കിലും പോകുന്നു എന്ന് കണ്ടാൽ, അപ്പോൾ ഉദ്ദേശത്തെക്കുറിച്ചോ മറ്റോ അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ ഉടനടി വിവരം നൽകണം. അപ്പോൾ ഇങ്ങനൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ ഉടനടി വിവരം നൽകേണ്ടതും ആ കാരണം തെളിയിക്കേണ്ട ഭാരം വിവരം നൽകുന്ന ആൾക്കായിരിക്കും. വെറുതെ വിളിച്ച് പറയാൻ പാടില്ല, ആ കാരണം കൂടെ തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടെ അറിയണം. എന്തിനാണ് നമ്മൾ വിളിച്ചറിയിച്ചെന്നുള്ള കാരണം നമ്മൾ തെളിയിക്കണം. ഈ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് കുറ്റം എന്ന പദത്തിൽ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതും ഇന്ത്യയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറ്റമാകുന്നതുമായ ഏത് കൃത്യവും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, കുറ്റം എന്നാൽ ഇന്ത്യയിൽ വെച്ച് ചെയ്യുന്നത് മാത്രമല്ല കുറ്റം, ഇന്ത്യക്ക് പുറത്ത് വെച്ച് ചെയ്തിട്ട് ഇന്ത്യയിൽ വന്നാലും അത് കുറ്റം തന്നെയാണ്. മനസ്സിലായോ? അതും കുറ്റമാണെന്ന് അറിയുക, കുറ്റം. ഇനി സെക്ഷൻ 34, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാമത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചില റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചുമതല. ഗ്രാമത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചില റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചുമതലയാണ്.
അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ ഗ്രാമത്തലവൻ എന്ന് പറയും. അത് ആരൊക്കെയാണ് ഈ ഗ്രാമത്തലവൻ എന്ന് പറയുന്നത്? അത് നമുക്ക് പഠിക്കാം. പഞ്ചായത്തിലെ അംഗമാകാം, അത് ലാസ്റ്റ് നമുക്ക് പറയാം കേട്ടോ. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് നോക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. 34 ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥനും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഏതൊരാളും ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചുമതല ഉദ്യോഗസ്ഥനോ ഇവരിൽ ആരാണ് അടുത്തുള്ളത് അദ്ദേഹത്തിന് അറിയിക്കണം. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഏതൊരാളും ആയിക്കോട്ടെ, അപ്പോൾ ഏത് വിവരം കിട്ടിയാലും അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചിരിക്കണമെന്നാണ്. അതെങ്ങനെ, എന്തൊക്കെ അറിയിക്കണം? ഒന്ന്, അങ്ങനെയുള്ള ഗ്രാമത്തിലോ സമീപത്തോ മോഷ്ടിച്ച സ്വത്തിൻ്റെ ഏതെങ്കിലും കുപ്രസിദ്ധ സ്വീകർത്താവിൻ്റെ അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ്റെ സ്ഥിരമോ താൽക്കാലികമോ ആയ താമസമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ള ഗ്രാമത്തിലോ സമീപത്തോ മോഷ്ടിച്ച സ്വത്തിൻ്റെ ഏതെങ്കിലും കുപ്രസിദ്ധ സ്വീകർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ, കുപ്രസിദ്ധ സ്വീകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇതാണ്, ഈ സ്വത്തുക്കളൊക്കെ, ഈ മോഷ്ടിച്ച സ്വത്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി അല്ലേ, കുപ്രസിദ്ധ ഗുണ്ട, അയാൾ സൂക്ഷിക്കുന്ന അവരുടെ താമസമുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കണമെന്ന് പറയുന്നു. അതുപോലെ കവർച്ചക്കാരനോ രക്ഷപ്പെട്ട കുറ്റവാളിയോ പ്രഖ്യാപിത കുറ്റവാളിയോ ആണെന്ന് അറിയപ്പെടുന്നവനോ ആയ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അയാളെയും അറിയിക്കണം, അയാളുടെ കാര്യവും അറിയിക്കണം. അതുപോലെ ജില്ലാ മജിസ്ട്രേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻ അനുമതിയോടെ പുറപ്പെടുവിച്ച പൊതുവായ അല്ലെങ്കിൽ പ്രത്യേക ഉത്തരവിലൂടെ ക്രമപരിപാലനത്തെയോ കുറ്റകൃത്യം തടയുന്നതിനെയോ വ്യക്തിയുടെയോ വസ്തുവകകളുടെയോ സുരക്ഷയെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തെയും കുറിച്ചും വിവരം നൽകണം. അപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് നിങ്ങൾ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഏതെങ്കിലും ഒരു ക്രമസമാധാനത്തിനെ ബാധിക്കുന്ന ഏതെങ്കിലും കുറ്റം തടയാനായിട്ടും അതും പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രാമത്തലവൻ്റെ ജോലി എന്ന് പറയുന്നത്? ഗ്രാമത്തിലെ ഗുണ്ടകൾ അല്ലെങ്കിൽ മോഷ്ടിച്ച സ്വത്തുക്കൾ സൂക്ഷിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ തന്നെ കുറ്റവാളിയോ പ്രൊക്ലെയിംഡ് ഒഫൻഡർ എന്ന് പറയും അല്ലെ, പ്രൊക്ലെയിംഡ് ഒഫൻഡർ, പ്രഖ്യാപിത കുറ്റവാളി, എവിടെ കണ്ടാലും പിടിക്കുക, ഇവന്മാരുടെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച് എന്തെങ്കിലും ഉത്തരവിനെതിരായി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ വിവരങ്ങളും എത്തിക്കുക എന്നാണ് അവിടെ പറയുന്നത്. ഇതിൽ ഗ്രാമത്തലവൻ എന്നുദ്ദേശിക്കുന്നത് ഗ്രാമത്തിൽ ഗ്രാമഭൂമിയും ഉൾപ്പെടുന്നു. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ഭൂമിയും ഉൾപ്പെടുന്നു. പ്രഖ്യാപിത കുറ്റവാളി എന്നാൽ ഉണ്ടോ, ആരാണ് പ്രഖ്യാപിത കുറ്റവാളി എന്നാൽ? കോടതിയും അധികാരിയോ കുറ്റവാളിയോ പ്രഖ്യാപിക്കുന്ന ഏതൊരു വ്യക്തിയും ഉൾപ്പെടുന്നതും BNS 2023 പ്രകാരം 10 വർഷമോ അതിൽ കൂടുതലോ തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റം ചെയ്യുന്ന വ്യക്തിയാണ് പ്രഖ്യാപിത കുറ്റവാളി എന്ന് പറയുന്നത്. പ്രഖ്യാപിത കുറ്റവാളി എന്ന് പറയുന്നത് എന്താണ്? 10 വർഷമോ അതിൽ കൂടുതലോ തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത ആൾ അല്ലെങ്കിൽ ശിക്ഷാർഹമായ ആളാണ് ആരാണ്? പ്രഖ്യാപിത കുറ്റവാളി എന്ന് പറയുന്നത്. ഇനി ഗ്രാമത്തിൻ്റെ തലവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വ്യക്തമായിട്ട് പഠിക്കുക. ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ഉദ്യോഗസ്ഥൻ എന്ന വാക്കിനർത്ഥം ഗ്രാമത്തിലെ പഞ്ചായത്തിലെ ഒരു അംഗവും ഗ്രാമത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചടങ്ങ് നിർവഹിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ഗ്രാമത്തിലെ പഞ്ചായത്തിലെ ജോലി ചെയ്യുന്ന ഓരോ അംഗവും അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും ഗ്രാമത്തലവൻ എന്ന പദവിക്ക് അർഹനാണ്. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ, ഇത്രയും നന്നായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മിഷൻ ഒരു പുതിയ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മാസ്ത്ര 2.0 എന്നാണ്. ബ്രഹ്മാസ്ത്ര 2.0. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വരാൻ പോകുന്ന പുതിയ കോഴ്സുകൾ ഡിഗ്രി മെയിൻസിൻ്റെയും അതുപോലെ തന്നെ SBCID തുടങ്ങി അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റുകൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും GK പോർഷൻ തുടങ്ങിയവയ്ക്ക് വളരെ വളരെ കുറച്ച് ഫീസിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളെ ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക, യൂസ് ചെയ്യുക. നിങ്ങളിത് മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകുന്നു. BNSSലെ സെക്ഷൻ 35. BNSSലെ സെക്ഷൻ 35. BNSSലെ 35 പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ ചാപ്റ്റർ 5 ആണ്. അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ചാപ്റ്റർ 5. അറസ്റ്റുമായി ബന്ധപ്പെട്ട അധ്യായം 5 എന്ന് നിങ്ങൾ അറിയുക. അതിലാദ്യം നമ്മൾ നോക്കാനുള്ളത് ഒരു വലിയ സെക്ഷനാണ്, സെക്ഷൻ 35. കൺഫ്യൂഷൻ ആകുന്ന ഒരു സെക്ഷനാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞുതരാം. പോലീസിന് എപ്പോൾ ഒരാളെ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം, പോലീസിന് എപ്പോൾ ഒരാളെ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു. അതിലാദ്യം 35-ലെ 1 മുതൽ 7 വരെയുണ്ട്. നോക്കാം. ഇതാ കിടക്കുന്ന 35-ൽ 1 കണ്ടോ നിങ്ങൾ? വ്യക്തമായിട്ട് 1 കണ്ടല്ലോ അല്ലേ? ഇനി നമ്മൾ 2 പറയും, കുറേ കഴിഞ്ഞിട്ടേ 2 പറയുള്ളൂ. അതുവരെ നമ്മൾ കുറേ സബ്സെക്ഷനിലാണ് നിൽക്കുന്നത്. അതൊന്നും കണ്ട് ഞെട്ടരുത്. അപ്പോൾ ആദ്യം നമ്മൾ 1 മാത്രമാണേ പഠിക്കുന്നത്, വേറെ ഒന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ഈ 1 ഞാൻ യെല്ലോയിൽ അടയാളപ്പെടുത്തും, ഇനി പിന്നെ യെല്ലോയിൽ അടയാളപ്പെടുത്തുമ്പോൾ അത് 2 ആവും. അത് അപ്പോൾ നോക്കാം.
അപ്പൊ 35(1) പ്രകാരം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിൽ നിന്നുള്ള ഉത്തരവ് കൂടാതെയും വാറണ്ട് കൂടാതെയും ഒരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സന്ദർഭങ്ങൾ എപ്പോൾ? അതായത് ഞാൻ പറഞ്ഞത് എന്താ, മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ അറസ്റ്റ് ചെയ്യുന്നതാണല്ലോ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നത്. അത് എപ്പോഴൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുന്ന വ്യക്തിയെ. അപ്പോൾ ഒരു പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ചൊരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്താൽ അവിടെ മജിസ്ട്രേറ്റിനോട് പോയി എന്ത് വാങ്ങേണ്ട ആവശ്യമില്ല, അവിടെ വാറണ്ട് വാങ്ങേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ പറയുന്ന നിബന്ധനകൾ, അതായത് 7 വർഷത്തിൽ കുറഞ്ഞതോ 7 വർഷത്തോളം ആകാവുന്നതോ ആയ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ രണ്ടാമത് പറഞ്ഞ എന്താണ്, 7 വർഷത്തിൽ താഴെയാണെങ്കിലും 7 വർഷത്തിൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ കുറ്റമാണല്ലോ. പക്ഷെ എന്നിട്ടും നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ, എന്തുകൊണ്ടാണ്? അയാൾ 7 വർഷത്തിൽ താഴെ ആയാൽ ചെറിയ കുറ്റമാണ്, എന്നിട്ടും അയാളെ നമ്മൾ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഒന്നാമത്തെ നമ്പർ നോക്കി, എന്തെങ്കിലും കൂടുതൽ കുറ്റം ചെയ്യുന്നതിൽ നിന്ന് ആളെ തടയാൻ വേണ്ടി. ഇനി ഇയാളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, കൂടുതൽ കുറ്റം ചെയ്യും. 2, കുറ്റത്തിന്റെ ശരിയായ അന്വേഷണത്തിന് വേണ്ടി. അയാൾ നമ്മളെ കസ്റ്റഡിയിലിരുന്നാൽ കുറ്റം ശരിയായ രീതിയിൽ നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും. 3, കുറ്റത്തിന്റെ തെളിവ് മറയ്ക്കുന്നതിന് കാരണമാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, കുറ്റത്തിന്റെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. 4, കേസിന്റെ വസ്തുതകളോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആൾക്ക് കോടതിക്കോ പോലീസ് ഉദ്യോഗസ്ഥനോ അങ്ങനെയുള്ള വസ്തുതകൾ തടയുന്നതിന് ഭീഷണിപ്പെടുത്താതിരിക്കണം. അപ്പോൾ ഇയാൾ പുറത്തു നിന്നാൽ കേസിന്റെ വസ്തുതകൾ അറിയാവുന്ന വ്യക്തികളെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഭീഷണിപ്പെടുത്താനോ വാഗ്ദാനം നൽകാനോ പ്രലോഭനം നൽകാനോ സാധ്യതയുണ്ട് എന്നറിയുക. 5, അങ്ങനെയുള്ള ആൾ അറസ്റ്റ് ചെയ്യപ്പെടാത്ത പക്ഷം ആവശ്യപ്പെടുമ്പോൾ കോടതിയിലുള്ള അയാളുടെ സാന്നിധ്യം ഉറപ്പുവരാത്താണ്. അപ്പോൾ ഇയാൾ മുങ്ങിക്കളയും, ഒളിച്ചോടിപ്പോവും. അപ്പോൾ ഈ 5 കണ്ടീഷനുമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന 5 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, 1, താഴെ പറയുന്ന നിബന്ധനകളിൽ, അതായത് 7 വർഷത്തിൽ താഴെയായിട്ടും നമ്മൾ അയാൾ അറസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? 1, അയാൾ കൂടുതൽ കുറ്റം ചെയ്യാതിരിക്കാൻ. 2, അയാൾ ശരിയായ അന്വേഷണത്തിന് വേണ്ടി. 3, കുറ്റത്തിന്റെ തെളിവ് മറയ്ക്കാൻ അയാൾ ശ്രമിക്കും എന്നറിയുന്നുണ്ട്. 4, പ്രലോഭനമോ ഭീഷണിയോ ഉണ്ടാകുമെന്ന് സാധ്യതയുണ്ട്. 5, അങ്ങനെയുള്ള ആൾ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും, അയാൾ കോടതിയിൽ നിന്ന് മുങ്ങിപ്പോവും എന്ന് പറയുന്നുണ്ട്. ഈ 5 കണ്ടീഷൻ കൊണ്ടാണ് ചെറിയ കുറ്റമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇനി സി. അപ്പോൾ ബി ആണ് നമ്മൾ പഠിച്ചത്. ബിയുടെ സബ്സെക്ഷൻ ആയിരുന്നു 1, 2, 3, 4, 5. ക്ലിയർ? എ പഠിച്ചു, ബി പഠിച്ചു, സി എത്തുന്നു. ഇനി അറസ്റ്റ് ആവശ്യമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ബോധ്യപ്പെടുകയും അങ്ങനെയുള്ള അറസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ കാരണങ്ങൾ ലിഖിതമായി റെക്കോർഡ് ചെയ്യുകയും വേണം. മാത്രമല്ല, അയാൾ എത്ര വർഷത്തിൽ കൂടുതലാണ് ചെയ്തിരിക്കുന്നത്, 7 വർഷത്തിൽ കൂടുതലായ ഒരു കാലത്തേക്ക് തടവിന് ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കൊഗ്നൈസബിൾ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ 35 പറയുന്നത് എന്താണ്, പോലീസിന് എപ്പോഴൊക്കെ അയാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതാദ്യം പറഞ്ഞു, പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ചെയ്താൽ. രണ്ടാമത് പറഞ്ഞു 7 വർഷത്തിൽ താഴെയാണെങ്കിൽ 5 കാര്യം പഠിച്ചതിന് ശേഷം അയാൾ അറസ്റ്റ് ചെയ്യാം. 3, 7 വർഷത്തിന് മുകളിലാണെങ്കിൽ ഒന്നും നോക്കാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. 4, ഈ സംഹിതയിൻ കീഴിലോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവ് വഴിയോ കുറ്റക്കാരനാണെന്ന് വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. ഒരാളിനെ കുറ്റക്കാരനാണെന്ന് വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്ന എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാമെന്ന വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസിന് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാമതാണ്. കുറ്റക്കാരനെന്ന് വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാം. ഈ എന്ന് പറഞ്ഞാൽ തൻ്റെ കൈവശത്തിൽ കളവ് മുതലാണെന്ന് ന്യായമായി സംശയിക്കപ്പെടാവുന്ന ഏതെങ്കിലും സാധനമുണ്ടെങ്കിൽ അയാളെയും അറസ്റ്റ് ചെയ്യാം. അപ്പോൾ തൻ്റെ കൈവശത്തിൽ കളവ് മുതലാണെന്ന് ന്യായമായി സംശയിക്കപ്പെടാവുന്ന ഏതെങ്കിലും സാധനം സംബന്ധിച്ചുണ്ടെങ്കിൽ, ഒരാളുടെ കയ്യിൽ കളവ് മുതലാണെന്ന് സംശയിക്കപ്പെടാവുന്ന ഒരു സാധനമുണ്ട് എങ്കിൽ അയാളെയും എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാമെന്നറിയുക. എഫ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയാളുടെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തുകയോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തിയും എന്ത് ചെയ്യാം, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ജി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയന്റെ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിയ ആളാണെന്ന് ന്യായമായി സംശയിക്കപ്പെടുകയാണെങ്കിൽ അയാളെയും അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ യൂണിയന്റെ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് മനഃപൂർവ്വം ഒളിച്ചോടിയ ആളാണെന്ന് സംശയമുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യാം, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതായത് ഇയാളെ ഡെസേർട്ടർ എന്ന് പറയും. മനസ്സിലായോ? ഡെസേർട്ടർ എന്ന് പറയും. ഒക്കെ ക്ലിയർ ആണ്? ഈ ഡെസേർട്ടർ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അനുവാദമില്ലാതെ ഒളിച്ചോടി വന്ന് താമസിക്കും. അവരെ വാറണ്ട് ഇല്ലാതെ എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാമെന്നറിയുന്നു. അപ്പോൾ ഇന്ത്യൻ യൂണിയന്റെ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിയ ആളാണെന്ന് ന്യായമായി സംശയിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറ്റമായി ശിക്ഷിക്കപ്പെടാമായിരുന്നതും. അപ്പോൾ ഇന്ത്യയിൽ വെച്ചൊരു കുറ്റം ചെയ്തിരുന്നെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുമായിരുന്നു. പക്ഷേ കുറ്റവാളികളുടെ പ്രത്യർപ്പണം സംബന്ധിച്ച് ഏതെങ്കിലും നിയമത്തിന് കീഴിലോ മറ്റു വിധത്തിൽ ഇന്ത്യയിൽ വെച്ച് പിടിക്കപ്പെടുവാനോ
കസ്റ്റഡിയിൽ തടഞ്ഞു വെക്കാനോ തന്നെ ബാധ്യസ്ഥനാക്കുന്നതും. അതായത് ഇന്ത്യയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറ്റമാണ്, പക്ഷേ ഇവര് മറ്റെവിടെയോ വെച്ച് ചെയ്തിട്ട് ഇന്ത്യയിൽ വന്ന വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാം, പിടിക്കാം. കാരണം വേറൊരു രാജ്യത്ത് വെച്ച് ഒരാളെ കൊന്നിട്ട് ഇവിടെ വന്നാൽ നമുക്ക് പിടിച്ചൂടെ? പിടിക്കാം. അയാൾ കൊലപാതകം തന്നെയാണ്, പിടിച്ച നിയമത്തിലേക്ക് കൊടുക്കാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾ അവിടെ വെച്ചല്ലേ ചെയ്തത്, അയാളെ വെറുതെ വിടാമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വിടില്ല, അറിഞ്ഞാൽ പിടിക്കും. അതുപോലെ ഈ വിടുതൽ ചെയ്ത കുറ്റവാളി നിബന്ധനകൾ അനുസരിച്ചില്ലെങ്കിൽ അപ്പോൾ റിലീസ്ഡ് കൺവിക്റ്റ് എന്ന് പറയും. റിലീസ്ഡ് കൺവിക്റ്റ്. അപ്പോൾ ഒരു കുറ്റവാളിയെ വിടുതൽ ചെയ്യുമ്പോൾ അയാളോട് പറഞ്ഞിരിക്കും, നീ ഇത് ചെയ്യരുത്, നീ ഇനി ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ നീ എല്ലാ ദിവസവും ഈ ഇവിടെ വന്ന് ഒപ്പിടണം, അല്ലെങ്കിൽ നീ ഈ അതിർത്തി വിട്ടു പോകരുത്, നീ ഇന്ന കൂട്ടുകെട്ടിൽ പെടരുത്, ഇതൊക്കെ പറയും. അത് അയാൾ അനുസരിച്ചില്ലെങ്കിൽ വീണ്ടും അയാളെ അറസ്റ്റ് ചെയ്യാം. ജെ എന്ന് പറഞ്ഞാൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന് അപേക്ഷയിന്മേൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു റിക്വസ്റ്റ് തരും. ഇപ്പോൾ കേരള പോലീസിന് തമിഴ്നാടിൽ നിന്ന് ഒരു റിക്വസ്റ്റ് തരികയാണ്, സാർ ഒരു നമ്മുടെ ഒരു കേസിൽ ഒരു പ്രതി അവിടെ വന്നിട്ടുണ്ട്, അയാളെ കിട്ടുകയാണെങ്കിൽ ദയവേത് എന്ത് ചെയ്യുക, പിടിച്ചു തരിക എന്നൊരു അപേക്ഷ തരികയാണെങ്കിൽ നമുക്കത് പിടിച്ചു കൊടുക്കാം, നമുക്ക് വാറണ്ടൊന്നും വേണ്ട. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലെ ഒന്നാണ്, 35-ലെ 1. ഇനി 35-ലെ 2 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യെല്ലോ ഇട്ട് അടയാളപ്പെടുത്തിയ 35-ലെ 1 നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. 35 ക്ലോസ് 1 നിങ്ങൾ മനസ്സിലാക്കുക. വാറണ്ട് ഇല്ലാതെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാമെന്ന കണ്ടീഷൻ. ഇനി 35-ലെ 2. അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. നമ്മൾ പറഞ്ഞില്ലേ കൊഗ്നൈസബിൾ കുറ്റമാണെങ്കിൽ വാറണ്ട് വേണമോ വേണ്ടയോ? വേണ്ട. അപ്പോൾ നോൺ കൊഗ്നൈസബിൾ കുറ്റമാണെങ്കിൽ വാറണ്ട് വേണമോ വേണ്ടയോ? വേണം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വകുപ്പ് 39-ലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കണം. നോൺ കോഗ്നൈസബിൾ കുറ്റവുമായി ബന്ധപ്പെടുകയോ അങ്ങനെ ബന്ധപ്പെട്ടുള്ള വിവരം ലഭിക്കുകയോ ന്യായമായ സംശയം നിലനിൽക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ സമ്മതിച്ചു. എന്താ, നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല, അറസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ 39-ലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. 39-ലെ വ്യവസ്ഥകൾ നമ്മളിവിടെ പഠിക്കുന്ന അറസ്റ്റ് ചെയ്യാം എപ്പോഴൊക്കെയാണ്. ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇത് ബ്രാക്കറ്റിനകത്താണ്, നിങ്ങൾ ഓർത്താൽ മതി. ഇത്രയാണ് നമ്മുടെ ആൻസർ. എന്താണ് 39-ലെ വ്യവസ്ഥകൾക്ക് വിധേയമായി. എന്താണ് 39 പറയുന്നത്? 39 പറയുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് ഓടി വരാമോ? 39 പറയുന്നത് നോക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്തു. ശരി, പോലീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നോൺ കോഗ്നൈസബിൾ ആണ്. അവിടെ എന്ത് വേണം, വാറണ്ട് വേണം. ഓക്കെ, അയാളെ വിടാം. പക്ഷേ കുറ്റം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഏതെങ്കിലും ആൾ തൻ്റെ പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താലോ, തൻ്റെ പേരും വാസസ്ഥലവും ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാൽ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കുക, പറയാൻ വിസമ്മതിക്കുകയോ ചെയ്താലോ എന്ത് ചെയ്യാം? നൽകുന്ന വിവരം തെറ്റാണെന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ അയാളെ വിടില്ല. അയാൾ നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്താലും അയാൾ അറസ്റ്റ് ചെയ്തിരിക്കും. എന്തുകൊണ്ട്? ഡീറ്റെയിൽസ് പറയണം. പേരും താമസ സ്ഥലവും പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യും. കണ്ടോ, അത്തരം വ്യക്തികളുടെ യഥാർത്ഥ പേരും മേൽവിലാസവും അറിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നതിന് അയാളെ ബോണ്ടിന്മേലോ ജാമ്യത്തിലോ വിട്ടയക്കാം. അപ്പോൾ അറിയുന്നവർ, കാരണം അയാൾ ചിലപ്പോൾ തീവ്രവാദിയായിരിക്കാം. നോൺ കോഗ്നൈസബിൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവരുടെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം എന്നറിയുക. അതാണ് 39-ൽ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 35-ലെ 2 മനസ്സിലായി കാണുമല്ലോ. 39-ന് വിധേയമായ എഴുതുന്ന മനസ്സിലായി. ഇനി 35-ലെ 3 കേട്ടോ. ഇതിപ്പം 35-ലെ 2 നമ്മൾ പഠിച്ചത്. ഇനി 35-ലെ 3-ലേക്ക് പോകാം. 2 ഓക്കെ അല്ലേ? 3. ഒരാൾ ഒരു കോഗ്നൈസബിൾ കുറ്റം ചെയ്തതായി ന്യായമായ സംശയം നിലനിൽക്കുകയും എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള നോട്ടീസ് അയാൾക്ക് നൽകാം. ഇനി ഒരാൾ കോഗ്നൈസബിൾ കുറ്റം ചെയ്തതായിട്ട് പരാതി കിട്ടിയ ഉടനെ അയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് സത്യമാണോ ഇല്ലയോ എന്ന് പോലീസിന് അറിയണം. അതിനായിട്ട് അയാൾക്ക് നോട്ടീസ് കൊടുത്ത് അയാളെ വിളിച്ചു വരുത്താം. ഇനി ഏതെങ്കിലും വ്യക്തിക്ക് അപ്രകാരമുള്ള നോട്ടീസ് ലഭിച്ചാൽ ഈ വിളിച്ചു വരുത്താൻ വേണ്ടി നോട്ടീസ് കൊടുക്കുമ്പോൾ ആ നോട്ടീസിലെ നിബന്ധനകൾ പാലിക്കാൻ ആ വ്യക്തി ബാധ്യസ്ഥനാണ്. ക്ലിയർ ആണ്. അതുപോലെ ഒരു വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, അറസ്റ്റ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല നോട്ടീസ് നൽകപ്പെട്ട വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്തേ മതിയാവുമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു നോട്ടീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ആ വ്യക്തി നോട്ടീസ് അനുസരിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ തെളിവുകളില്ല എങ്കിൽ അയാൾ അറസ്റ്റിൻ്റെ വിട്ടയക്കാം. പക്ഷേ ഇനി നോട്ടീസ് നൽകപ്പെട്ട വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും പക്ഷേ അയാൾ അറസ്റ്റ് ചെയ്തേ മതിയാവൂ എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാം. ഇനി നോട്ടീസ് നൽകപ്പെട്ട വ്യക്തി വന്നില്ല എങ്കിലോ,
നോട്ടീസിലെ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ തൻ്റെ തിരിച്ചറിയൽ ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നോട്ടീസ് കൊടുക്കുന്നു. നോട്ടീസ് കൊടുക്കുമ്പോൾ അയാൾ അത് അനുസരിക്കേണ്ടതാണ്. അയാൾ അത് അനുസരിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാം? അയാൾ അറസ്റ്റ് ചെയ്യാം. ഇനി അനുസരിച്ചിട്ട് നിരപരാധിയാണെങ്കിൽ വിട്ടയക്കാം. അനുസരിച്ചിട്ട് കുറ്റവാളിയാണെങ്കിൽ വീണ്ടും അറസ്റ്റ് ചെയ്യാം. ഇത്രയുമാണ് 35 പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത് ലാസ്റ്റ് പോയിന്റ് 35 പ്രകാരം DOSP റാങ്കിലോ അതിന് മുകളിലോ ഉള്ള മേധാവിയുടെ, പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത രോഗബാധിതനായ വ്യക്തിയെയോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 3 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുള്ളൂ. അങ്ങനെ സാധ്യതയുള്ള കുറ്റം ചെയ്ത രോഗിയായ വ്യക്തിയോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയോ DYSPയുടെ മുൻകൂർ അനുമതിയില്ലാതെ അറസ്റ്റ് ചെയ്യുവാനും പാടില്ല. ഇത്രയുമാണ് 35 നിങ്ങൾ പഠിച്ചതെന്ന് ഞാൻ പറയട്ടെ. മനസ്സിലായോടാ? മനസ്സിലായ? 35 1 2 3 4 5 6 7 വായിക്കുക. അതിനകത്ത് 1 നമ്മൾ സബ്സെക്ഷൻ പഠിച്ചു. ABCDEFGHIJ പഠിച്ചു. അതിനകത്ത് ബിക്കകത്ത് 1 2 3 4 5 പഠിച്ചു. നിങ്ങൾ എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. പഠിപ്പിച്ചത് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തയിലേക്ക് പോട്ടെ. നമുക്ക് സമയം വളരെ കുറവാണ്, പക്ഷേ അതിൽ കാര്യമില്ല, നമ്മൾ കണ്ടന്റ് പറഞ്ഞു തന്നെ പോവും. ഓക്കെയാണേ? അടുത്തയിലേക്ക് പോട്ടെ. സെക്ഷൻ 36 പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. അറസ്റ്റിന്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങളുമാണ്. അപ്പോൾ BNSS പ്രകാരം അറസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട കാര്യങ്ങളാണ്. BNSS പ്രകാരം അറസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം BNSS സെക്ഷൻ 36A പ്രകാരം അനായാസം തിരിച്ചറിയും വിധം കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നെയിം പ്ലേറ്റ് ധരിച്ചിരിക്കേണ്ടതാണ്. അപ്പം അനായാസം തിരിച്ചറിയും വിധം കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നെയിം പ്ലേറ്റ് ഇയാൾ ധരിച്ചിരിക്കണം എന്നാണ് 36A പറയുന്നത്. അതുപോലെ BNSS സെക്ഷൻ 36 B പറയുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. അപ്പോൾ ആദ്യം പറയുന്നു, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള നെയിം പ്ലേറ്റ് ധരിച്ചിരിക്കണം. യൂണിഫോമിലാണെങ്കിൽ അത്രയും നല്ലത് എന്ന് പറയുന്നുണ്ട്. 2, ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടതാണ്. അതുപോലെ സെക്ഷൻ 36 B 1 പറയുന്നത്, പ്രസ്തുത മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ അംഗമോ അല്ലെങ്കിൽ അറസ്റ്റ് നടത്തപ്പെടുന്ന സ്ഥലത്തെ പ്രദേശവാസിയും ബഹുമാന്യരായ ഒരു വ്യക്തിയോ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇയാൾ അറസ്റ്റ് ചെയ്ത കാര്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട ആരറിയണം? കുടുംബത്തിലെ അംഗമോ. ആരാണ്? കുടുംബത്തിലെ അംഗമോ അല്ലെങ്കിൽ അറസ്റ്റ് നടത്തപ്പെടുന്ന സ്ഥലത്തെ പ്രദേശവാസിയും ബഹുമാന്യരായ വ്യക്തികളും എന്ത് ചെയ്യണം? സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അവരറിയണം. ഒരു സാക്ഷി വേണം ഒരാൾ അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ. ഇനി 36 B 2 പറയുന്നു, മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കൊണ്ടും ഒപ്പിടിക്കണം. മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കൊണ്ടും ഒപ്പിടിച്ചിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കൊണ്ടും ഒപ്പിടിച്ചിരിക്കണം. ഓക്കെ, അതിൽ C പറയുന്നു, ആ മെമ്മോറാണ്ടം സാക്ഷ്യപ്പെടുത്തുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ അംഗമല്ല എങ്കിൽ തൻ്റെ അറസ്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ താൻ പറയുന്ന ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കുന്നതിന് അയാൾക്ക് അവകാശമുണ്ടെന്ന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിക്കേണ്ടതാണ്. അയാളോട് പറയണം, എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുവിനെ അറിയിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ ആ മെമ്മോറാണ്ടവും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ ആണോ? അപ്പോൾ 36 നമ്മൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിച്ചത്. അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലേ? മനസ്സിലായല്ലോ? 36 മനസ്സിലായല്ലോ? 36 എന്താണ്? അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളും അറസ്റ്റ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് നിങ്ങൾ ഒറ്റയടിക്കിരുന്ന് കേട്ടു, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നോ? എനിക്കൊന്നൊന്ന് അറിയിച്ചു തരണം, കൃത്യമായിട്ട് എനിക്കൊന്ന് അറിയിച്ചു തരണം. ഓക്കെ അല്ലേ? എനിക്കൊന്ന് അറിയിച്ചു തരണം. നിങ്ങൾ ക്ലാസ് മനസ്സിലായോ ഇല്ലയോ? നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ BNSസും നമ്മുടെ 5 മാർക്ക് കൊണ്ട് BNS, അതുപോലെ BSA, അതുപോലെ RT ആക്ട്, IT ആക്ട്, സൈക്കോളജി, സൈബർ, ഇതൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് പഠിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്രാവശ്യം SI ആകും എന്നുള്ളൊരു ഉറപ്പ് വരുത്തുക. ഓക്കെ, മനസ്സുകൊണ്ട് തയ്യാറാക്കുക. ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കെന്താണ്, ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ എല്ലാ യൂണിഫോം പോസ്റ്റുകളും നിങ്ങൾ ഇനി പേടിക്കേണ്ട കാര്യമേ ഇല്ല. മുഴുവൻ യൂണിഫോം പോസ്റ്റുകളും നമ്മൾ പുതുതായിട്ട് എടുത്തൊരു തീരുമാനമാണ്. മുഴുവൻ യൂണിഫോം പോസ്റ്റുകളും നമ്മൾ ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ജോലിയിലേക്ക് എത്തിച്ചേ മതിയാകൂ എന്ന തീരുമാനം നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ കൂടെ നിൽക്കുക, എല്ലാവരും കൂടെ നിൽക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ മറ്റ് ക്ലാസ്സുകൾ, നമ്മുടെ GK ക്ലാസ്സുകൾ ഒക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ആകും എന്നാണ് എൻ്റെ വിശ്വാസം.
ഓക്കെ ആണോ? അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാമോ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.